നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ മാതരത്തോട് ഇനി അനാദരവ് കാട്ടിയാൽ ജയിൽ ശിക്ഷ ഉറപ്പാണ്. വന്ദേ മാതരത്തോട് അനാദരവ് കാട്ടുന്നവർക്ക് എതിരെ ക്രിമിനൽ കേസെടുക്കാനുള്ള നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നു എന്ന് സൂചന. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു ദി നാഷണൽ ഓണേഴ്സ് അമെൻമെൻറ്റ് ബിൽ വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ നീക്കം നടന്നേക്കും. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഗവർണർമാരുടെ ഓഫീസുകളിലേക്കും ലോക് ഭവനിലേക്കുമെല്ലാം പ്രത്യേക നിർദ്ദേശം അയച്ചത്. അതായത് ദേശീയ ഗാനവും ദേശീയ ഗീതവും അത് ഒരേ തുല്യ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കണമെന്നാണ് ഇന്ത്യയിലെ നിയമം പറയുന്നത്. പക്ഷേ പലപ്പോഴും ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന അതേ പ്രാധാന്യം ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ പരിപാടികളിൽ ഗവർണറും അതുപോലെ തന്നെ പ്രസിഡൻറ്റുമൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ദേ മാതരം നിർബന്ധമായും ആലപിക്കണമെന്ന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും വന്ദേ മാതരം ആലപിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമസഭാ സമ്മേളനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഗവർണറുടെ അഭിസംബോധന, അതോടൊപ്പം തന്നെ മറ്റ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇതിലെല്ലാം ഗവർണർ പങ്കെടുക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വന്ദേമാതരം മുഴുവനായും ആലപിക്കുന്നതിനെതിരെ നിലപാടെടുത്തു. അതായത് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വന്ദേമാതരം ഇത്തരത്തിൽ നിർബന്ധമാക്കുന്നതിനെ എതിർത്തു. വന്ദേമാതരത്തിൽ എന്തോ വർഗീയതയുടെ അംശമുണ്ടെന്നും ഇത് ആലപിക്കണമെന്ന് പറയുന്നത് RSSൻ്റെ അജണ്ടയാണ് എന്നും വരുത്തി തീർക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗവും CPM-ഉം മുസ്ലിം ലീഗുമെല്ലാം ശ്രമിച്ചിരുന്നു. തമിഴ്നാട്ടിലെ DMK-യും അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി അധികാരത്തിലെത്തിയ TVK-യും AIADMK-യും എല്ലാം വന്ദേമാതരത്തെ എതിർത്തു. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു ഗീതമാണ് വന്ദേമാതരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭടന്മാർക്ക് ആവേശവും അതുപോലെ തന്നെ ആഹ്ലാദവും നൽകിയിരുന്ന ഒരു ഗീതം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയ ഗീതം, ഈ രാജ്യത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമായി ഒരുമിപ്പിച്ച് നിർത്തിയ സാഹിത്യ സൃഷ്ടിയാണ് വന്ദേമാതരം. അതുകൊണ്ട് തന്നെ ദേശഭക്തി ഗാനത്തിനും അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗീതം എന്ന ഒരു പദവി വന്ദേമാതരത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് വന്ന മതേതര സർക്കാരുകൾ, സ്വാതന്ത്ര്യാനന്തരമുണ്ടായ മതേതര സർക്കാരുകൾ വന്ദേമാതരത്തെ അരികുവൽക്കരിച്ചു എന്ന അഭിപ്രായമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് മാറ്റി ദേശീയ ഗാനത്തിനോടൊപ്പം വന്ദേമാതരവും ആലപിക്കപ്പെടണം, അതേ തുല്യ പദവി നൽകണം എന്ന് BJP ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം വന്ദേമാതരം നിർബന്ധിതമാക്കിയത്. അത് പഴയതുപോലെ 4 വരി മാത്രമല്ല, മുഴുവൻ ഗീതവും ആലപിക്കണം എന്ന രീതിയിലുള്ള നിഷ്കർഷയും വന്നു. എന്നാൽ ഇത് വലിയ രാഷ്ട്രീയ എതിർപ്പുകൾക്ക് കാരണമായി. ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ടാണ് CPM-ഉം കോൺഗ്രസും എല്ലാം വന്ദേമാതരത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സിരകളിലൂടെ ഒഴുകിയിരുന്ന രക്തമായിരുന്നു ഈ വന്ദേമാതരം. എന്നാൽ ഇപ്പോൾ അവർ ആ രക്തത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ വിഘടനവാദികൾക്കൊപ്പമാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം വന്ദേമാതരം ഇങ്ങനെ നിർബന്ധമാക്കുന്നതിനെ എതിർക്കുന്നു. CPM-ൻ്റെ കാര്യം പറയേണ്ട, മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ താല്പര്യവും മറിച്ചല്ല. അതുകൊണ്ട് തന്നെ വന്ദേമാതരം ആലപിക്കുന്നത് എന്തോ മതവിരുദ്ധമായ കാര്യമാണ് എന്ന് അവർ മതന്യൂനപക്ഷങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ദേമാതരത്തിനെതിരെ ചില പ്രവർത്തനങ്ങളും വന്ദേമാതരത്തിനെതിരായ നീക്കങ്ങളും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിക്കാതിരുന്നാൽ അല്ലെങ്കിൽ വന്ദേമാതരത്തെ ആക്ഷേപിച്ചാൽ, വന്ദേമാതരത്തെ ഇൻസൾട്ട് ചെയ്താൽ കൃത്യമായും ക്രിമിനൽ കേസെടുക്കുന്ന ഒരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നത്. ഈ മാസം 20-ന് ആരംഭിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനം അത് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനമാണ്. അത് വളരെ പ്രധാനമാണ് ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം, ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും. കഴിഞ്ഞ സമ്മേളനത്തെ പോലെയല്ല ഇത്തവണത്തെ സമ്മേളനം. ഭരണപക്ഷം കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെ അതിനുദാഹരണമാണ്. കേരളത്തിൽ വിജയിച്ചു എന്നല്ലാതെ ഇന്ത്യ മുന്നണിക്ക് ഒരിടത്തും ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല. ബംഗാളിൽ BJP ഭരണം നേടുകയും ചെയ്തു, ആസാമിൽ ഭരണം നിലനിർത്തുകയും ചെയ്തു. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ നേട്ടമാണ്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജനങ്ങൾ കോൺഗ്രസിനെ എതിരായിട്ടുള്ള വിധി എഴുതുമെന്ന് പ്രധാനമന്ത്രി നിയമസഭയിൽ പോലും പറഞ്ഞതാണ്. വനിതാ സംവരണ ബില്ലിനെയും മണ്ഡല പുനർനിർണയ ബില്ലിനെയും എതിർത്താൽ ജനരോഷത്തിന് നിങ്ങൾ കാരണമാകുമെന്ന് അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നതാണ്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെവിക്കൊണ്ടില്ല. അവർ കണ്ണുമടച്ച് ഈ വനിതാ സംവരണ ബില്ലിനെ എതിർത്തു. അതിൻ്റെ ഫലം അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടായത്. ജനപ്രതിനിധികളുടെ ഒഴുക്കായിരുന്നു. കൂട്ടത്തോടെ മറ്റു പാർട്ടികൾ രണ്ടായും മൂന്നായും ഒക്കെ പിളരുകയും NDAയിലേക്ക് MP-മാരുടെ ഒരു ഘോഷയാത്രയാവുകയുമായിരുന്നു. ഒരാൾക്കെതിരെ പോലും കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അളന്നു കുറിച്ച നീക്കങ്ങൾ ഭരണപക്ഷം മുൻ പാർലമെന്റ് സമ്മേളനത്തെക്കാൾ ശക്തമാണ്. ഇന്ത്യ മുന്നണി ശിഥിലമാണ്. DMK കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ. എന്നാൽ DMKയും കോൺഗ്രസും ഇന്ന് ശത്രുക്കളാണ്. DMK ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് നെടുകെ പിളർന്നിരിക്കുന്നു. ഭൂരിഭാഗം MP-മാരും NDAക്കൊപ്പം. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഭൂരിഭാഗം MP-മാരും NDAക്കൊപ്പം. എന്തിനേറെ പറയുന്നു, ആം ആദ്മി പാർട്ടി പോലും പിളർന്ന് തരിപ്പണമായി. അവരിൽ ഭൂരിഭാഗവും NDAക്കൊപ്പം നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഭരണപക്ഷം കൊണ്ടുവരുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുൾപ്പെടെ പാസ്സാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ സംരക്ഷിക്കാനുള്ള, വന്ദേ മാതരത്തിന് തുല്യ പദവി നൽകാനുള്ള, വന്ദേ മാതരത്തെ ഈ ഇൻസൾട്ട് ചെയ്യാനുള്ള ചില സംഘടനകളുടെ ശ്രമത്തെ ചെറുക്കാനുള്ള നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേ മാതരം കട്ട് ഷോട്ട് ചെയ്യാനോ വന്ദേ മാതരം പാടുന്നത് എതിർക്കാനോ ഒന്നും ആർക്കും കഴിയില്ല. അത് ഈ ദേശീയ ഗീതത്തോടുള്ള അനാദരവാണ്. ദേശീയ ഗീതത്തോടോ ദേശീയ പതാകയോടോ ഇന്ത്യൻ ഭരണഘടനയോടോ ദേശീയ ഗാനത്തോടോ അനാദരവ് കാട്ടിയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള നിയമമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ളവർ ഇതിനെ ശക്തമായി എതിർത്തിരുന്നവരാണ്. ആ ബില്ല് അല്ലെങ്കിൽ ആ നിയമം പാസ്സായാൽ എങ്ങനെയാവും ഇനി വന്ദേ മാതരത്തെ അപമാനിക്കുക? വമ്പൻ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ദേശീയ ഗാനമായ ജനഗണമനയ്ക്കൊപ്പം ദേശീയ ഗീതമായ വന്ദേ മാതരവും ആലപിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ മുൻകാല സർക്കാരുകൾ അത് അനുവദിച്ചില്ല. ദേശീയ ഗീതത്തെ എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി അരികുവൽക്കരിക്കാൻ ചിലർ ശ്രമിച്ചു. അതിനി അനുവദിച്ചുകൂടാ എന്ന നിലപാടാണ് കേന്ദ്രം ഭരിക്കുന്ന BJPക്കുള്ളത്.